മലയോര മേഖലകളിൽ വന്യമൃഗശല്യം ഏറി വരികയാണ്. പ്രത്യേകിച്ച് പത്തനംതിട്ട ജില്ലയുടെ പാടം കുളത്തുമൺ ഫോറസ്റ്റ് സ്റ്റേഷന് സമീപത്തായിട്ടാണ് ഏകദേശം 50ലധികം പ്രദേശവാസികൾ താമസിക്കുന്ന സ്ഥലത്താണിപ്പോൾ കാട്ടാനയുടെ ശല്യം രൂക്ഷമാകുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ജനവാസ മേഖല, അതായത് ആളുകൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് കാട്ടാനക്കൂട്ടം എത്തുകയും കൃഷിയിടങ്ങളും ജീവനും ഭീഷണിയാകുകയും ചെയ്തിരുന്നു. ഈ പ്രദേശത്ത് ഇപ്പോൾ താമസിക്കുന്ന രണ്ടുപേരെങ്ങനെ തങ്കച്ചനും പൊതുപ്രവർത്തകനും പഞ്ചായത്ത് അംഗവുമായ ദിലീപും നമ്മളിവിടെ ഉണ്ട്. ആദ്യം തന്നെ നമുക്ക് ദിലീപിനോട് ചോദിക്കാം, എങ്ങനെയാണ് ദിലീപ് ഇവിടുത്തെ ഈ വന്യമൃഗ ശല്യം രൂക്ഷമാകുന്ന ഈ മേഖലയിലേക്ക്? ഈ മേഖലയിലെ കാർഷിക കുടുംബങ്ങളാണ് ഏറ്റവും കൂടുതൽ കൃഷിയുമായി ബന്ധപ്പെട്ട് ഉപജീവനമാർഗം നടത്തുന്ന ആളുകൾ. അവരുടെ കൃഷി മുഴുവൻ ഈ കാട്ടിൽ നിന്നെത്തുന്ന കാട്ടുമൃഗങ്ങളും വന്യമൃഗങ്ങളും മറ്റു പന്നി അടക്കമുള്ള മൃഗങ്ങൾ ശല്യം ചെയ്ത് കൃഷി മൊത്തം നാശം വരുത്തിയാണ്. ഏറ്റവും രൂക്ഷമായൊരു വിഷയം ആനശല്യം തന്നെയാണ്. ജനങ്ങൾക്ക് ഭീതിയോടുകൂടി തന്നെയാണ് ജനങ്ങൾ ഇന്നും ഇവിടെ കിടന്നുറങ്ങുന്നത്. നമ്മളെ ഇതിനെതിരെ ഇവിടുത്തെ രാഷ്ട്രീയത്തിന് അതീതമായി നമ്മളെ DFO ഓഫീസിൽ ഉപരോധം വരെ നമ്മൾ നടത്തിയതാണ്. അന്ന് DFO നമുക്ക് ഉറപ്പ് വന്നാണ് ഈ ആനശല്യം ഒഴിവാക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കാമെന്ന് വാഗ്ദാനം നൽകിയിട്ട് 6 മാസം കഴിഞ്ഞു. MLA അടക്കമുള്ള ആളുകളുടെ സാന്നിധ്യത്തിൽ നടത്തിയ ചർച്ചയുടെ ഫലമായിട്ടാണ് 6 മാസമായിട്ടും യാതൊരു നടപടികളും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ വീണ്ടും കാട്ടാനശല്യം അതിരൂക്ഷമായി അനുഭവപ്പെടുന്ന ഒരു മേഖല. ഇവരൊക്കെ കാവൽ കിടക്കുകയാണ്. കൃഷി സ്ഥലങ്ങളിൽ ദിവസവും ഇന്നലെയും കാട്ടാന വന്നിരുന്നു. ഇതിൻ്റെയൊക്കെ വീഡിയോ ദൃശ്യങ്ങളൊക്കെ പ്രചരിക്കുന്നുണ്ട്. ഇതിനൊരു ശാശ്വതമായ പരിഹാരം കാണുവാൻ ഫോറസ്റ്റുകാരുടെ ഭാഗത്തുനിന്ന് യാതൊരു വിധമായ നീക്കവും നാളിതുവരെ നടന്നിട്ടില്ല എന്നുള്ളത് പ്രതിഷേധാർഹം തന്നെയാണ്. പ്രത്യേകിച്ച് തങ്കച്ചൻ ചേട്ടനോട് വർഷങ്ങളായിട്ട് ഇവിടെ താമസിക്കുകയാണ്. ഇവിടെ ജനിച്ചു വളർന്നതാണ്. ഇപ്പൊ ഞങ്ങൾ ഈ സ്ഥലങ്ങളെല്ലാം കണ്ടു. കൃഷിയിടങ്ങളൊന്നുമില്ല, എങ്ങനെയാണ് ഇതിന് ആരോടൊക്കെ എല്ലാ അധികാരപ്പെട്ട എല്ലാവരെയും അറിയിച്ചതാണ്. അവർ വന്ന് നോക്കിയിട്ട് പോകുന്നതല്ല, രക്ഷയില്ല. കഴിഞ്ഞ ദിവസം എന്നെ ആന ഓടിച്ച് കഷ്ടിച്ചാണ് ഞാൻ രക്ഷപ്പെട്ടത്. ഒരു ഒറ്റക്കൊമ്പൻ ആന വന്നിട്ട് തിരിച്ച് ഓടിക്കുകയാണ്. ഒരു മാർഗ്ഗമില്ല. ഫോറസ്റ്റുകാർ നിൽക്കാതെ തന്നെ അത് മാറാതെ ഇവിടെ നിൽക്കുകയാണ്. അതിന് ശാശ്വത പരിഹാരം ഉണ്ടാവണം. എനിക്ക് ഞങ്ങളുടെ കുടുംബത്തിലാകെ 80ലധികം തെങ്ങുകളുണ്ടായിരുന്നു. ഒരൊറ്റ തെങ്ങില്ല, കംപ്ലീറ്റ് കളഞ്ഞു. റബ്ബർ 10-200 കളഞ്ഞു. പറങ്കാവും എല്ലാം കളഞ്ഞു. ഇവിടെ ജീവിക്കാൻ ബുദ്ധിമുട്ടായിട്ട് വന്നിരിക്കുക. അതുകൊണ്ട് ശാശ്വത പരിഹാരം എന്തെങ്കിലും ഉണ്ടാകണം. ഇല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ ഞങ്ങളുടെ നേതൃത്വം അറിഞ്ഞുകൊണ്ട് DFOസിൽ വിരോധിച്ച് അവിടെ കിടക്കാൻ അവരൊന്ന് കൊല്ലുകയോ തിന്നുകയോ ചെയ്യട്ടെ, ഞങ്ങൾക്ക് ജീവിക്കണം. അപ്പം ദിലീപ്, നമ്മുടെ ഇപ്പൊ ഈ വേനൽ ശക്തമാകുകയാണ്. അപ്പം ഇതിന് ഭക്ഷ്യധാന്യങ്ങളോ അല്ലെങ്കിൽ കുടിവെള്ളമൊന്നും കിട്ടാതെ ആയിരിക്കുമല്ലോ. അതിനറിയത്തില്ലല്ലോ ഇത് ജനവാസ മേഖലയാണെന്നുള്ള. എങ്ങനെയാണ് ഇതിനൊരു ശാശ്വതമായിട്ടുള്ള പരിഹാരം? നിങ്ങളുടെ ശാശ്വതമായ ഒരു പരിഹാരം എന്ന് പറയുമ്പോൾ ഇത് കിടങ്ങ് പറിക്കുക, ട്രെഡ്ജ് എടുക്കുക എന്നുള്ളതല്ലാതെ വേറെ മാർഗങ്ങളൊന്നുമില്ല. അച്ചൻകോവിൽ വരെ ഉള്ള വനമേഖലകൾ ഇത് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് ചെയ്തെങ്കിൽ മാത്രമേ ഈ ആനശല്യം ഈ ജനവാസ മേഖലയിലേക്ക് കടന്നു വരാതിരിക്കാൻ കഴിയുള്ളൂ. അത് ഫോറസ്റ്റുകാർ അനുവദനീയമല്ല എന്നുള്ളതാണ്. കാരണം ഇത് മെയിൻ്റെനൻസ് ചെയ്യുന്നതിനും പരിപാലിക്കുന്നതിനും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്ക് മടിയാണ്. യഥാർത്ഥ സംഭവം K. സുധാകരൻ ഫോറസ്റ്റ് മിനിസ്റ്റർ ആയിരുന്ന സമയത്ത് ഇത്തരം ട്രെഡ്ജുകൾ എടുത്ത് ആനകൾ കടന്നു വരാതിരിക്കാൻ മലയോര മേഖലയെ രക്ഷിച്ച മേഖലകളുണ്ട്. പക്ഷെ ഇപ്പോൾ അത് പുതിയ മറ്റ് ഗവൺമെന്റുകളൊന്നും അത് തുടരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് തിരക്കിയപ്പോഴും അറിയാൻ കഴിഞ്ഞതും ഫോറസ്റ്റുകാർക്ക് ഇത് പരിപാലിക്കുന്നതിനും ഈ ട്രെഡ്ജിൽ ആന വീണാൽ അതിനെ കരകയറ്റുന്നതിനൊക്കെ ഉള്ള പാടുപടികളുമുണ്ട്, ബുദ്ധിമുട്ടുകളുമുണ്ട്. അവരിത് ഉപേക്ഷിച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഈ സ്ഥലത്തൂടെ നടന്നു പോയപ്പോഴേ ആനപ്പിണ്ടം, പിന്നെ നമ്മുടെ സോളാർ വേലി എല്ലാം ചവിട്ടി വെച്ചേക്കുന്നു. അപ്പം അതൊന്നും ഒരു ശാശ്വത പരിഹാരം, കാരണം അത് ജനവാസ മേഖലയിൽ എത്തിക്കഴിഞ്ഞു. അതായത് സോളാറിന്റെ ഈ കാലയിൽ വന്ന് ചവിട്ടി ഓടിക്കുമെന്ന് വിളിച്ചിട്ട് അതുവഴി കയറി ജനവാസ മേഖല ഞങ്ങൾ താമസ സ്ഥലങ്ങളിൽ വളരെ ബുദ്ധിമുട്ടായിട്ട് വന്നിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നിങ്ങൾ അവിടെ ഒരു വടം കെട്ടിയിട്ടിട്ട് അതെങ്ങനെയായിരുന്നു? അതിന്റെ ആ വടം വലിച്ചു പറിച്ചു. വടത്തിന് ഒഴിഞ്ഞു കയറുകയും അടുത്ത ദിവസം വന്ന് വടം പറിക്കുകയും അതിന്റെ പിറ്റത്തെ ദിവസം വന്നിട്ട് ഒരു റബ്ബർ തള്ളി ഈ വടത്തിലിട്ടിട്ട് അതുവഴി കയറി. അപ്പം മനുഷ്യനെക്കാട്ടിലും ബുദ്ധിയാണ്. അതുപോലെ തന്നെ അടുത്ത ദിവസം എന്നെ തിരിച്ചു ഓടിച്ചു. ഞാൻ ഓടി കഷ്ടിച്ച് രക്ഷപ്പെടുകയും ചെയ്തത്. അത് ശരിയാണ്. ഇത് ഒറ്റയാനായിട്ടാണോ കൂട്ടമായിട്ടാണോ ഇത് സാധാരണ? ഒരു 7 എണ്ണം ഒരു കൂട്ടമുണ്ട്, ഒരു 3 എണ്ണം ഉണ്ട്, ഒരു ഒറ്റക്കൊമ്പനുണ്ട്. അവനാണ് അപകടകാരി. എന്ത് സംഭവിക്കും 2-3 ദിവസത്തേക്ക് ഇവിടെ ആന മാറത്തില്ല. ആനകൾ ഓടിക്കുക. ഇപ്പൊ അതുകൊണ്ട് ഇപ്പൊ എന്ത് കൃഷിയാ ഇപ്പൊ ഇത് ഈ നാശനഷ്ടം സംഭവിച്ചുകൊണ്ട് എന്ത് കൃഷിയാ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഒരു കൃഷി ഞങ്ങൾ നാട് വിട്ടു പോകാൻ പോവുക. അവിടുന്ന് ജനവാസ മേഖലയിലേക്ക് കയറാൻ പോകും. ഇവിടുത്തെ എല്ലാ കൃഷി ഉപേക്ഷിച്ച് എല്ലാ ജനവാസ മേഖലയിലേക്ക് മാറി. രാഷ്ട്രീയ പ്രവർത്തനം, പൊതുപ്രവർത്തനം, പഞ്ചായത്ത് അംഗം എന്ന നിലയിൽ ഇത് വലിയൊരു വെല്ലുവിളിയല്ലേ? തീർച്ചയായും ഇതൊരു വെല്ലുവിളിയാണ്. ജനങ്ങളുടെ ദൈനംദിന പ്രശ്നങ്ങളിൽ ഒന്നായിട്ട് ഇത് മാറിയിരിക്കുകയാണ്. ആന ഓടിക്കൽ എന്ന് പറയുന്നത് വലിയൊരു വിഷയമായി തന്നെ മാറിയിരിക്കുകയാണ്. ഇവിടെ എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലെ ആളുകൾ ഈ ആന ശല്യത്താലെ ഭയന്ന് കഴിയുന്ന ഒരു അവസ്ഥയാണ്. മുഴുവൻ ആളും ഇത് കൃഷിയിടങ്ങളിൽ നിന്നും നേരെ വീടുകളിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. വീടിന്റെ പരിസരത്തും വീടിന്റെ തൊട്ട് താഴ്വശത്ത് പോലും വന്നു നിൽക്കുന്ന അവസ്ഥയാണ് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിട്ടുള്ളത്.
ഇത് എങ്ങനെയൊക്കെ ഓടിച്ചിട്ടും ഇത് പോകുന്നില്ല. ഫോറസ്റ്റുകാരെ വരും, വന്ന് ലൈറ്റ് അടിക്കും, പോവും എന്നുള്ളതല്ലാതെ മറ്റൊരു മാർഗവും ശാശ്വതമായ ഒരു പരിഹാരം ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഈ രാഷ്ട്രീയപരമായി പറയുകയാണെങ്കിൽ ഇതിനൊരു ശക്തമായ നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ നമ്മൾ DFO ഓഫീസ് അടക്കമുള്ള പ്രതിരോധ പരിപാടികളും സമര പരിപാടികളും ആവിഷ്കരിക്കാൻ ഇവിടുത്തെ ജനങ്ങളെ കൂട്ടിക്കൊണ്ട് ചെയ്യാൻ തയ്യാറായിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ വനം വകുപ്പിന് എതിരെയുള്ള ഈ സമരങ്ങളോ അതൊക്കെ ആകുമ്പോഴത്തേക്കിന് അവരുടെ ഒരു പ്രത്യേക നിയമം കൂടെ ആകുമ്പോഴത്തേക്കും ജനങ്ങളെ ഒത്തിരി അത് ബുദ്ധിമുട്ടിക്കത്തില്ലേ? തീർച്ചയായും വന നിയമങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നത് ഇതുപോലെ മലയോര പ്രദേശത്ത് താമസിക്കുന്ന ആളുകളാണ്. പക്ഷെ എങ്കിലും വന നിയമങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഒട്ടേറെ കാര്യങ്ങൾ ഇവിടെ ചെയ്തു തീർക്കുന്നുണ്ട്. ഇപ്പൊ ഈ ഡ്രെയിനേജ് എടുക്കുക എന്ന് പറയുമ്പോൾ അതൊന്നും വന നിയമങ്ങൾ ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യങ്ങളല്ല. അപ്പൊ അതിന് അത്തരം ഒരു പരിപാടിയിലേക്ക് നീങ്ങണമെന്നാണ് DFOയോട് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. മന്ത്രിക്ക് അടക്കമുള്ളവർക്ക് നമ്മൾ ഇതിന്റെ പരാതി കൊടുത്തിട്ടുള്ളതാണ്. പക്ഷെ ഇതുവരെ യാതൊരു വിധമായ മറുപടിയോ അറിയിപ്പോ ഒന്നും കളക്ടറുടെ ഭാഗത്തൊന്നും ഉണ്ടായിട്ടില്ല, DFOയുടെ ഭാഗത്തൊന്നും ഉണ്ടായില്ല. ഇപ്പൊ 6 മാസം കഴിയുന്നു. ഇപ്പൊ ആന അല്ലാതെ തന്നെ ഇവിടെ കടുവയുടെ പുലിയുണ്ട്, കാട്ടുപോത്തുണ്ട്, പ്ലാവുണ്ട്, പന്നിയുണ്ട്. റബ്ബർ മുഴുവൻ പ്ലാവ് കാരി തിന്ന് കളയുക. പോത്ത് പിന്നെ കയറി കൃഷിനാശങ്ങളെല്ലാം തീറ്റി നിന്നിട്ട് പോകുന്നേ ഉള്ളൂ. 10-50 പോത്തുകൾ ഒന്നിച്ചാണ്, കാട്ടുപോത്തുകൾ ഒന്നിച്ചാണ് കൃഷി മേഖല വരുന്നത്. നമ്മൾ ഏറ്റടിയുമ്പോൾ അങ്ങോട്ട് മാറും, പിന്നെ തിന്നും. അതുപോലെ തന്നെ അന്ന് ഞങ്ങൾ സമരം ചെയ്തപ്പോൾ ഹാങ്ങിങ് ഫെൻസിങ് എന്ന് പറഞ്ഞൊരു തെളിച്ചിട്ടുണ്ട്. അന്നൊരു ഇടുവാന്ന് പറഞ്ഞിട്ട് 6 മാസക്കാലം കഴിഞ്ഞ് ഇതുവരെ തിരിഞ്ഞു നോക്കിയില്ല. ഇപ്പൊ ചോദിച്ചാൽ അങ്ങനത്തെ വർക്ക് ഇവിടെ ഇല്ലെന്നാണ് DFO പറയുന്നത്. അത് റാന്നിക്ക് പോയെന്ന് വർക്കല്ല. മറ്റേ നമ്മൾ സാധാരണഗതിയിൽ ചെണ്ട കൊട്ടുക അല്ലെങ്കിൽ പടക്കം പൊട്ടി അതെല്ലാം ചെയ്യുന്നുണ്ട്. പടക്കം പൊട്ടിക്കുന്നുണ്ട്, വാണം കത്തിച്ചെറിയുന്നുണ്ട്. ഇതെല്ലാം ആനയ്ക്ക് ഒരു കാര്യമില്ല. അത് ഞങ്ങളെ തിരിച്ചോടിക്കുമല്ലാതെ ഒരു ഇല്ല. ഞങ്ങൾ തിരിച്ചോടുകയുള്ളൂ മാർഗം. അടുത്ത ദിവസം ഫോറസ്റ്റുകാർ നിൽക്കലെ തന്നെ 1 മണിക്കൂർ നേരം ഞങ്ങൾ കണ്ടുകൊണ്ടിരുന്നു പൈനാപ്പിളിനകത്ത് ആന മാറത്തില്ല. നമ്മൾ കല്ല് പൊക്കി എറിഞ്ഞ് ഏറ് കൊണ്ടിട്ട് ആന അവിടെ തന്നെ നിൽക്കുക, ചിഹ്നം വിളിച്ചുണ്ട്. അത് ശരിയാണ്. ഇത് ഏതൊക്കെ മേഖലയിലാണ് ഈ കുളത്തുമൂഴ്? ഇതിപ്പോ കുളത്തുമൺ മാത്രമല്ല, ഇത് പാടമടക്കമുള്ള പാടം ഫോറസ്റ്റ് സ്റ്റേഷന്റെ പരിധിയിൽ വരുന്ന വിവിധ മേഖലകളിൽ, അതിരെങ്കിൽ നമ്മുടെ പോത്തുപാറ അടക്കമുള്ള മേഖലകളിൽ യാനശല്യമുണ്ട്, വന്യമൃഗങ്ങളുടെ എല്ലാത്തിന്റെയും ശല്യമുണ്ട്. അതിരിങ്കൽ പ്രദേശത്ത് പോലും പന്നി ശല്യം രൂക്ഷമായി അനുഭവപ്പെടുന്നു. കഴിഞ്ഞ ദിവസം ഒരു പന്നി വന്നൊരു വീട്ടുമുറ്റത്ത് ചത്തു കിടന്നു. DFO ഫോറസ്റ്റുമായി ബന്ധപ്പെട്ട് പിന്നെ ഫോറസ്റ്റുകാരെത്തി പഞ്ചായത്തിൽ നിന്നും അറിയിപ്പ് കൊടുത്ത് വെടിവെച്ച് കൊന്ന ശേഷമാണ് അതിനെ ഫോറസ്റ്റുകാരുടെ സാന്നിധ്യത്തിലാണ് അതിനെ കുഴിച്ചിടുക പോലും ചെയ്തത്. അപ്പൊ അത്തരത്തിൽ ജനങ്ങളും കർഷകരും വളരെയേറെ ബുദ്ധിമുട്ടുമാണ് വന്യമൃഗ ഭീഷണിയുണ്ട്. അപ്പൊ ഇത് ഈ ബന്ധപ്പെട്ട വൈൽഡ് ലൈഫിനോ അല്ലെങ്കിൽ വനം വകുപ്പ് മന്ത്രിക്കോ നാട്ടുകാരുടെയൊക്കെ നിവേദനമായിട്ട് നിങ്ങൾക്ക് എന്താണ് നമ്മുടെ കേരള വിഷൻ ന്യൂസ് കൊണ്ട് നിങ്ങൾക്ക് പറയാനുള്ളത്? ഞങ്ങൾക്ക് ഇതിന് ശാശ്വതമായ പരിഹാരം ആന ഇറങ്ങാതിരിക്കുന്നതിന് വേണ്ടി ഈ വനത്തിന്റെ അതിർത്തിയിൽ ഡ്രെയിനേജ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ശാശ്വതമായ ഒരു പരിഹാരം. അല്ലാതെ ഫെൻസിങ് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ പടക്കം പൊട്ടിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ മറ്റൊന്നും അതുകൊണ്ടൊന്നും യാതൊരു വിധ ശാശ്വത പരിഹാരം ഉണ്ടാകത്തില്ല. ഈ ഡ്രെയിനേജ് തന്നെ എടുത്ത് അത് പരിപാലിക്കാൻ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ ഡ്യൂട്ടിക്ക് ഇടണം. അതല്ല ഒരു മാർഗവും ഇതിനെ കാണുന്നില്ല. അങ്ങനെ സ്വത്തിനും ജീവനും ഭീഷണി ഉണ്ടാകുന്ന വന്യമൃഗങ്ങളിൽ നിന്നും രക്ഷ തേടി അവര് നാട്ടിൻപുറങ്ങളിലേക്ക്, അതായത് തൻ്റെ സ്വന്തം കൃഷിയിടങ്ങൾ ഉപേക്ഷിച്ച് നാട്ടിൻപുറങ്ങളിലേക്ക് പലായനം ചെയ്യുന്ന ഒരു ഗ്രാമനിവാസികളുടെ കഥയാണ് ഈ കുളത്തൂരിൽ നിന്നും ഈ വനമേഖലയിൽ നിന്നും പറയാൻ കഴിയുന്നത്. ബന്ധപ്പെട്ട വനപാലകരും രാഷ്ട്രീയത്തിനതീതമായി ഇവരുടെ സ്വത്തിനും ജീവനും സംരക്ഷണം എടുക്കണമെന്നാണ് പ്രദേശവാസികളുടെയും ആവശ്യം. കേരള വിഷൻ ന്യൂസിന് വേണ്ടി ക്യാമറാമാൻ പ്രദീപ് അങ്ങാടിക്കലിനൊപ്പം പ്രസാദൻ ജെ, പത്തനംതിട്ട.